ഹായ് മച്ചാമാരെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് വിസിറ്റ് വിസ പുതുക്കുവാൻ വേണ്ടിയിട്ട് റിയാദിൽ നിന്നും ബഹറിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളെ കൊണ്ടുപോയ ഒരു ഡ്രൈവർ ചേട്ടനുണ്ട്. പുള്ളി വർഷങ്ങളായിട്ട് ഇവിടെ ഇതുപോലെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആളാണ്. ഇന്നിവിടെ ചൂട് കൂടിയതിനാൽ ഞങ്ങൾ രാത്രി പോയിട്ട് ഇന്ന് വെളുപ്പിനെ ഇന്ന് ഇവിടെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. റിയാദിൽ ഇപ്പൊ അല്പം ചൂട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി പോകുന്നതാണ് ഒന്നും കൂടെ സുഖം. അപ്പൊ ഞങ്ങൾ രാത്രി പോയി എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് കണ്ട് കേട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ നമുക്ക് ആ ഡ്രൈവർ ചേട്ടനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. പുള്ളിയുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം. പോകുന്ന വഴിക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. ഹായ് ചേട്ടായി, ഏയ്, നാട്ടിലെവിടെയാ? ഞാൻ കാസർഗോഡ് നീലേശ്വരാണ്. പേരോ? എന്റെ പേര് ഹാരിസ്. പിന്നെ ഇത് എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? ഞാനിതിപ്പോ 3 വർഷമായി. പിന്നെ ബഹ്റൈനിൽ പോയി ഔട്ടായി. വിസിറ്റ്, ഫാമിലിന്റെ വിസിറ്റ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചേട്ടന്റെ മൊബൈൽ നമ്പറൊക്കെ ഇതിനകത്ത് ഇതിന്റെ കമന്റ് ആയിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാല് മറ്റു വരുന്നവരെ കൂടെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. പിന്നെ ഈ ജോലിയെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതുപോലെ പോയിട്ട് വരുന്നത്? യാത്ര കുറച്ച് ഓടാനുണ്ട്. 6-8 മണിക്കൂർ ഓട്ടം ഉണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചൂട് കാരണം നമ്മളിപ്പോ രാത്രിയാണ് പോകുന്നത്. ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ട്. അതായത് ഞങ്ങൾ ഒരു 5 പേരോളമാണ് പോയിട്ട് വരുന്നത്. ഇവിടെ ഇതുപോലെയൊക്കെ കാണാം നിങ്ങൾക്ക് ഓരോരുത്തരെയായിട്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് രാത്രി പോയിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ ഇവിടെ ഈ പ്രദേശം എല്ലാം ഞങ്ങളെ നല്ല നിർത്തി കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ഈ കമന്റ് ഇതിന്റെ താഴെ ഞാൻ നമ്പർ ഇട്ടേക്കാം. ആ നമ്പറിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ വലിയ റേറ്റ് ഇല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ സുരക്ഷിതമാക്കി അവിടേക്ക് എത്തിക്കും. റൂമിന്റെ അവിടെ എത്തിക്കുകയും ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണേലും വിസിറ്റിങ്ങിന് വരുന്ന ആളുകളെ ബഹ്റിനിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് റൂമിന്റെ അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ.